കുതിരയോട്ട ദിവസത്തിലെ രാവിലത്തെ കാഴ്ചകൾ കണ്ടാലോ. രാവിലെ സാധാരണ ട്രെയിലർ ഓട്ടം ഉണ്ടാവുന്നതാണ് കേട്ടോ. അതും പ്രതീക്ഷിച്ചാണ് നമ്മൾ കാലത്ത് തന്നെ വന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഈവനിങ് ഓടിക്കാൻ മാത്രമേ പെർമിഷൻ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. അതോടെ എല്ലാവരും സാഡായി. പിന്നെ ഇങ്ങനെ എല്ലാ സ്റ്റേബിളിലോട്ടും കുതിരകളെ കാണാൻ നടന്നു കേട്ടോ. കുറച്ച് കുതിരകൾ മോർണിംഗ് വാക്കിന് പോകുന്നുണ്ടായിരുന്നു. ഹെൽത്തിലൊക്കെ നല്ല ശ്രദ്ധയുള്ള കുതിരകളാണെന്ന് തോന്നുന്നു. ഈ വെള്ളക്കുതിര തലേ ദിവസം വന്നതാണ് കേട്ടോ. ആരെയോ മാടി വിളിക്കുന്നുണ്ടായിരുന്നു പാവം. അവിടെ തന്നെ ഒരു യമണ്ടൻ സാധനം നിൽക്കുന്നുണ്ടായിരുന്നു. ഷോകളിലൊക്കെ പങ്കെടുത്തിട്ട് പ്രൈസ് അടിച്ച കുതിരയാണ് കേട്ടത്. മോഹവില 25 ലക്ഷം എന്നാണ് കേട്ടത്. കുറച്ച് അഗ്രസീവ് ആയിരുന്നു കേട്ടോ ചെക്കൻ. അതുകൊണ്ട് നമ്മളധികം കളിക്കാൻ തന്നില്ല. സെപ്പറേറ്റ് ഹോഴ്സ് ആംബുലൻസിലൊക്കെയാണ് കേട്ടോ ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നല്ല തലയെടുപ്പുള്ള മുതൽ തന്നെ. കുതിര മാത്രമല്ല, കുതിര കൊണ്ടുവന്ന ആളുടെ റോയൽ എൻഫീൽഡ് ബൈക്ക് കണ്ടും കൗതുകമായിട്ടാ. ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റിന് വരെ ഓണറുടെ പേരാണ്. ഇവിടെ കേരളത്തിലാണെങ്കിൽ കാണാമായിരുന്നു. ചോദിച്ചപ്പോ കുറെ ഫൈനൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അതൊന്നും വിഷയമേ അല്ല എന്നാണ് കേട്ടോ ആള് പറഞ്ഞത്. ഇവനാണ് കദർ. ഇവന്റെ കൂടുതൽ വിവരങ്ങൾ ABD പറഞ്ഞു തരും കേട്ടോ. അത്തമംഗൽ അങ്ങാടി പ്രമാണിച്ച് കൊള്ളാച്ചിന്ന് വന്ന കുതിരയാണ്. പേര് കതിർ. നല്ല സ്വഭാവം. നമുക്ക് ഇത് വന്നോണ്ട് പരിചയപ്പെട്ടായി. ധൈര്യം കൂടുതലുള്ളത് കൊണ്ട് 1 മീറ്റർ മാറി നിന്ന് സംസാരിക്കുള്ളൂ. ഇതാണ് മസാല. എന്ത് ചെടിയാണെന്ന് അറിയില്ല. അവരോട് ചോദിച്ചപ്പോ മസാല എന്നാണ് പറഞ്ഞത്. കുതിരയ്ക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട തീറ്റയാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഈ ചെടിയുടെ പേരറിയണവരൊന്ന് കമന്റ് ഇടണം കേട്ടോ. പിന്നെ കതിരിന് തീറ്റ കൊടുത്തും തലോടിയും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞാൻ അവിടെ കുറച്ച് നേരം. ആളൊരു പാവമായത് എന്റെ ഭാഗ്യം. അവിടുന്ന് പിന്നെ മറ്റു കുതിരകളെ കാണാൻ പോയിട്ടാ. അപ്പോഴും കുറച്ചെണ്ണം തേരാപ്പാര നടക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റില് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. പുളി കഴിഞ്ഞ് സുന്ദരനായി നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് നല്ല ധൈര്യം ഉള്ളതുകൊണ്ട് ഗേറ്റിന് പുറത്തു നിന്നാണ് നോക്കിയത്. അടുത്തത് ഒരു 1.5 മുതലായിരുന്നു. ഇന്ത്യൻ ബ്രീഡ്, അതും ബ്ലാക്ക് കളർ. അതിന്റെ ഭംഗിയൊന്നും വേറെ തന്നെ അല്ലേ. ഗ്രൗണ്ടിൽ പോയപ്പോൾ ഒരു കൊച്ചുകുട്ടി കുതിരയുടെ മുകളിൽ നിന്ന് നടത്തുന്നുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയാണ്, പ്രായമൊരു പ്രശ്നമേ അല്ല. വേറൊരു വൈറ്റ് അടിപൊളി സാധനം. അടുത്ത് പോയപ്പോ ഓണർ പറഞ്ഞു അവൻ ഇത്തിരി പശകാണെന്ന്. നമുക്ക് ജീവനല്ല വലുത്. പറഞ്ഞതനുസരിച്ചു. ദൂരെ നിന്ന് സൂമാക്കി വീഡിയോ എടുത്തു കേട്ടോ. ഒട്ടകം കാണണമെങ്കിൽ ആരും മരുഭൂമി തപ്പിയൊന്നും പോണ്ടാ. തത്തമംഗലത്തേക്ക് വന്നാൽ മതി. വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ കുതിരയും ഒട്ടകവും ഒക്കെ കാണാൻ പറ്റും. മേടിക്കാനും പറ്റുംട്ടാ. അവന്റെ ചിരി കണ്ടില്ലേ, പോസ് കൊടുത്തതാണെന്നാ വിചാരം. അപ്പുറത്താണെങ്കിൽ കുളത്തിൽ എല്ലാരും കുളിച്ചിന് കണ്ടോണ്ടിരിക്കുന്നു. 2 ആള് വേണം കുളിപ്പിക്കാന്. വേറൊരുത്തിന് ചിലരെ പോലെ കുളിക്കാൻ ഭയങ്കര മടി. വെള്ളത്തിൽ ഇറക്കാൻ തന്നെ കുറെ പ്രയാസപ്പെട്ടു. ഇറക്കിയപ്പോ തിരിച്ചു കയറാനേ ആശാനെ തിരക്ക്. വെള്ളത്തിൽ കാലടിച്ച് ഒരേ കളിയായിരുന്നു. ഇനിയിപ്പോ അത് കളിക്കാണോ ഇല്ല ഇഷ്ടമില്ലാണ്ട് കാണിക്കുകയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. അതിലൊരാൾ മുകളിൽ കയറി വെള്ളത്തിലേക്ക് നടത്തിച്ചു. കുറച്ചു പോയി അതേപോലെ തിരിച്ചു കയറി. കരയിൽ നിന്ന് ഒരാൾ കയറാൻ വേണ്ടാന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇതൊന്നും എപ്പോഴും കാണാൻ കിട്ടാത്ത കാഴ്ചകളല്ലേ. അതുകൊണ്ട് കുറച്ചു നേരം നോക്കി നിന്നു. അവന്റെ കളികൾ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. അതേപോലെ മുഖത്ത് വെള്ളയുള്ള കുതിരയും നല്ലോണം തേച്ച് കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ശശിയണ്ണന്റെ സ്റ്റേബിളിലേക്കാണ് കേട്ടോ. തത്തമംഗലത്തെ പകുതി എണ്ണവും അവിടെ ഉണ്ടായിരുന്നു. വേലയ്ക്ക് ഓടിക്കുന്ന 3 കുതിരകളാണ് കേട്ടോ അവിടെ ഉള്ളത്. എല്ലാത്തിനും നെയിം ബോർഡും അവിടെ കാണാൻ പറ്റിയിട്ടാ. നിങ്ങൾ എന്താ ചെയ്യും, ഞാൻ കുറച്ചു നേരം ഉറങ്ങട്ടെ എന്ന് നിർത്തി. പിന്നെ ഒരു കുതിരയുടെ ലാടം മാറ്റുന്ന കാഴ്ചയും കാണാൻ പറ്റിയിട്ടാ. ഫ്രണ്ട്ലി ആയിട്ട് ഒരുത്തിനെ കിട്ടിയിട്ടുണ്ട്. അവനെ ആരത്തി വീട്ടിലേക്ക് കയറ്റിയായിരുന്നു കേട്ടോ അവിടുത്തെ അമ്മ. ഓട്ടത്തിനിടാനുള്ള പുതിയ മാസ്കും ബെൽറ്റും ഒക്കെ ഇട്ട് നോക്കിയാണ് അവിടെ. കൂടാതെ കാലിലെ കുളമ്പൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. വൃത്തിയായി നോക്കിയാൽ കുറെ കുളമ്പ് രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കും. നമ്മളെയൊന്നും ആർക്കും വേണ്ടാലോ എന്നുള്ള മട്ടിൽ ഒരുത്തും കിടന്നുറങ്ങുന്നുണ്ട്. നമ്മളെ കണ്ടപ്പോൾ സങ്കടം പറയാനാണോ എന്തോ കാണി. അപ്പോൾ കുതിരയോട്ടത്തിന്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർക്ക് ഒന്ന് പോയി കാണണം. ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാ.